കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം കോളേജ് തുറന്നപ്പോഴാണ് യൂണിയൻ ഓഫീസ് തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് KSU ആരോപിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം കോളേജ് തുറന്നപ്പോഴാണ് യൂണിയൻ ഓഫീസ് തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. യൂണിയൻ ഓഫീസിന്റെ 2 മുറികളായി സൂക്ഷിച്ചിരുന്ന രേഖകളും കൊടിതോരണങ്ങളും ഫർണിച്ചറും കത്തി നശിച്ചിരുന്നു. കോളേജ് അധികൃതരും യൂണിയൻ ഭാരവാഹികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം ഇന്ന് കോളേജിലെത്തി പരിശോധന നടത്തി. യൂണിയൻ SFIയിൽ നിന്നും KSU പിടിച്ചെടുത്തതിനു ശേഷം നവീകരിച്ച ഓഫീസാണ് തീവച്ച് നശിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് യൂണിയൻ ചെയർമാൻ മുൻഷർ ഹാറൂൻ പറഞ്ഞു. ഇവിടെ യൂണിയൻ അധികാരത്തിൽ വന്നത് മുതൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് KSUവിൻ്റെ യൂണിയൻ മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ യൂണിയനോടുള്ള വിരോധമുള്ള ഈ ക്യാമ്പസിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഈ ഐക്യത്തിൽ തീർത്തും പ്രതിഷേധമുള്ള അതിനോട് വൈരാഗ്യമുള്ള ആളുകളായിരിക്കും ഇതിന് പിന്നിൽ. തീവയ്പിന് പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നാണ് യൂണിയൻ ഭാരവാഹികളുടെ നിലപാട്. തീവയ്പിൽ പ്രതിഷേധിച്ച യൂണിയൻ ഭാരവാഹികൾ KSUവിന്റെ നേതൃത്വത്തിൽ കോളേജിൽ ഉപവാസ സമരവും നടത്തി. ജനം, കോഴിക്കോട്.